ഹലോ, അങ്ങനെ നമ്മൾ ഇന്ന് ടൈറ്റാനിക് കാണാൻ വേണ്ടി കൊല്ലം ആശ്രമം മൈതാനത്ത് പോയിരിക്കുക കേട്ടോ. ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിക്കിൻ്റെ സെറ്റ് ഇട്ടിരിക്കുകയാണ് ടൈറ്റാനിക് എക്സിബിഷൻ. ഒറിജിനൽ ടൈറ്റാനിക് മുങ്ങിപ്പോയില്ല, അതാണെങ്കിൽ കടലിനടിയിലാണ് കിടക്കുന്നത്. അതിന് നമുക്ക് എന്തായാലും ഇനി വീഡിയോസിലൂടെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് അകത്തോട്ട് കയറി അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ അതിനകത്ത് നമ്മുടെ മൂവീസിലൊക്കെ കാണില്ലേ, അതുപോലെ തന്നെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോപ്പിലാണ് കേട്ടോ വന്നത്. അവിടെ വന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കപ്പിത്താന്മാരൊക്കെ ഇങ്ങനെ നമ്മുടെ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് എന്നല്ല വേറെ എന്തൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പിടിച്ച് തിരിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അകത്തോട്ട് വന്നപ്പോൾ വലിയൊരു പാലസിൻ്റെ ലുക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹിന്ദി സീരിയലിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി സെറ്റ്, നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. റോസ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ പുള്ളിക്കാരത്തി റോസ് ആണെന്നാണ് സിനിമ കണ്ടത് വെച്ച് എൻ്റെ ഒരു അനുമാനം. അങ്ങനെ നമ്മൾ രാജകീയമായി അവിടുന്ന് അടുത്തൊരു എക്സിബിഷൻ പോലെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കുറേ അധികം കട്ടിങ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജാക്കിൻ്റെ റോസിൻ്റെ പടവും അതുപോലെ തന്നെ സിനിമയിലെ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ്സായിട്ടും കുറേ കട്ടിങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു പാലസിലൊക്കെ പോയി നമ്മുടെ ഹിൽ പാലസ് അതുപോലെയൊക്കെ ഒരു പാലസിൽ പോയൊരു ലുക്കായിരുന്നു കേട്ടോ. സെറ്റിട്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയത്തേ ഇല്ല, ഇതൊരു കൊട്ടാരത്തിനകത്തൊക്കെ നിൽക്കുന്ന ഫീലായിരുന്നു. അപ്പോൾ ആ മൂവിയിൽ അഭിനയിച്ചവരും അതുപോലെ തന്നെ ഒറിജിനലായിട്ടുള്ള ആ കപ്പൽ നിർമ്മിച്ചവരും അതിനകത്തുണ്ടായിരുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മളൊരു എക്സിബിഷൻ കാണുന്ന പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക.